രണ്ടാമത്തെ ഉരുൾപൊട്ടലാണ് ഞങ്ങൾ കണ്ടത്. അതായത് ഞങ്ങൾക്ക് ഏകദേശം ഒരു 1:30 ആകുമ്പോൾ ഫസ്റ്റത്തെ ഉരുൾപൊട്ട് പൊട്ടിയിട്ടുണ്ട്. 2 മണിക്ക് ആണ് ഞങ്ങൾക്ക് കോൾ വന്നത്. ഞങ്ങൾ ഇവിടുത്തെ റെസ്ക്യൂ ടീമിലുള്ള ആളുകളാണ്. 2 മണിക്ക് ശേഷം ഞങ്ങൾ 2:20 ഇവിടെ എത്തി. ബാക്കിയുള്ള രക്ഷാപ്രവർത്തനം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കെ ഇവിടെ കാണുന്ന സ്കൂളിൻ്റെ പിറകിൽ കുറച്ച് വീടുകളുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി അവിടെ ഉള്ള ആൾക്കാരത്ത് ഒഴിയാൻ വേണ്ടി പറഞ്ഞു. കുറച്ച് ഫാമിലീസൊക്കെ അവിടെ ഞങ്ങളൊപ്പം തന്നെ ഒഴിഞ്ഞ് മാറി നിന്ന് കുറേ പേര് രണ്ടാമത്തെ ബിൽഡിങ്ങിൻ്റെ മേലെ 2-ാം നിലേൻ്റെ മേലെ കയറി നിൽക്കുകയായിരുന്നു. അവർ ആ സമയത്ത് വിളിച്ചപ്പോൾ പറഞ്ഞത് ഞങ്ങൾ സേഫാണ്, ഞങ്ങൾക്ക് കുഴപ്പമില്ല, ഞങ്ങൾ ഇവിടെ നിന്നോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അവരെ ഞങ്ങൾ അവിടെ നിർത്തി തൊട്ടപ്പുറത്ത് കുറച്ചുകൂടി മേലെയുള്ള വീടുകളിലേക്ക് പോയപ്പോൾ അവിടെ ഇതേപോലെ തന്നെ 2-ാം നിലേൻ്റെ മേലെ ആൾക്കാരുണ്ടായിരുന്നു. അവർക്ക് സംസാരിച്ചു കൊണ്ടിരിക്കുക. അവർ ഞങ്ങൾക്ക് വെളിച്ചടിച്ചു തന്നു അങ്ങോട്ടേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് കുറച്ച് ദൂരെ നിന്നും സൗണ്ട് ഞങ്ങൾ കേൾക്കുകയുണ്ടായി. ആ സൗണ്ട് ഞങ്ങൾ അടുത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഓടി ചെറിയൊരു കുന്നിൻ്റെ മേലെ കയറുകയായിരുന്നു. അപ്പോഴത്തേനും ഞങ്ങൾ മേലെ കയറി തിരിഞ്ഞ് നോക്കുമ്പോഴത്തേനും വലിയൊരു വെള്ളപ്പാച്ചിൽ വന്നിട്ട് അവരെയും കൊണ്ടുപോയി. ഞങ്ങൾക്ക് അവസാനം കാണാൻ പറ്റിയത് ആ ടോർച്ചിൻ്റെ വെളിച്ചം മാത്രം ഞങ്ങൾക്ക് കാണാൻ പറ്റിയത്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾക്ക് വെളിച്ചം നിന്ന ആൾ ആ വെള്ളപ്പാച്ചിൽ പോയി. ഏകദേശം ഞങ്ങൾ ആ സമയത്ത് സംസാരിച്ചത് ഏകദേശം ഓരോ വീട്ടിലും കൂടി താഴത്തെ വീട്ടിൽ അവിടെ 2-3 വീടുകളിൽ ഒരു 17 പേരും മേലെ ഒരു 7-8-9 പേരും ഉണ്ടായിരുന്നു 3 വീടുകളിലായിട്ട്. ഏകദേശം അവർ മൊത്തം അതിൽ പെട്ടിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ കരുതുന്നത്. എന്തായാലും അത്രയും വലിയൊരു ഇതായിരുന്നു. ഇപ്പോൾ ഈ ചൂരൽമല ഭാഗത്ത് മാത്രം എത്ര വീടുകളുണ്ടെന്ന് അറിയാം ഏകദേശം? ഇപ്പോൾ ഈ നമ്മൾ നിൽക്കുന്ന ഇതിൻ്റെ താഴെ ഭാഗത്തേക്ക് ഏകദേശം ഈ ഭാഗത്തേക്ക് ഒരു 50ഓളം വീടുകളുണ്ട്. ഈ ഭാഗത്തേക്ക് ഇതിൻ്റെ മേൽഭാഗത്തേക്ക് ഈ സ്കൂൾ തൊട്ട് മേലെയാണെങ്കിൽ അവിടെ ഏകദേശം ഒരു 10-75 വീടോളം, അതിൻ്റെ മേലേക്ക് ഏകദേശം ഒരു 150ഓളം വീടുകളുണ്ട്. ഏകദേശം ഒരു ടോട്ടൽ നമ്മൾ പറയുമ്പോൾ മുകളിലും കൂടെ നോക്കുമ്പോൾ എത്ര? ഏകദേശം മൊത്തത്തിലൊരു 400 വീട് ഉണ്ട്. ഈ ഇതിൽ നഷ്ടപ്പെട്ടിട്ടുള്ളത് ഏകദേശം 400 വീട് ഇവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. നിരവധി പേരെ മിസ്സിംഗ് ആയിട്ടുണ്ട്. നിരവധി പേരെ മിസ്സിംഗ് ആയിട്ടുണ്ട്. ഇപ്പോൾ രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയായിരുന്നു അന്ന്? നിങ്ങളും അവിടെ അടുത്തുണ്ടായിരുന്നില്ലേ? അടുത്തുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ രക്ഷാപ്രവർത്തനം ഒരു ടീമിനെ കരക്കി കയറ്റി അടുത്ത ടീമിനെ രക്ഷിക്കാൻ പോകുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് എന്താ പറയുക, ഞങ്ങൾ ജീവൻ രക്ഷിക്കുക എന്നുള്ളത് ഞങ്ങൾ നോക്കിയത്. കാരണം ഞങ്ങൾ കൂടുതലുള്ളവർ ജീവൻ രക്ഷിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോഴത്തേക്കും ആണ് ഈ ഉരുൾപൊട്ട് വന്നത്. ഞങ്ങൾ ജസ്റ്റ് ജീവനം കൊണ്ട് കഴിച്ചിലേക്ക് കയറി പോയതാണ്. വെള്ളം ഇങ്ങനെ ഇപ്പം ശക്തമായി കൊണ്ടിരിക്കുകയാണ്, ഒഴുക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒഴുക്ക് ഇപ്പോൾ കുറച്ച് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. മലമുകളിൽ എന്താ സ്ഥിതി എന്നുള്ളത് അറിയില്ല. കാരണം ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് വെള്ളം കൂടുന്നതാണ് തോന്നുന്നത്. ഇപ്പോൾ കുറച്ച് റെസ്ക്യൂ ടീമും ഏറ്റവും ടോപ്പിലുണ്ട്, മുണ്ട കയ്യിലുണ്ട്. ഓരെന്താ സ്ഥിതി എന്നുള്ള കോൺടാക്ട് ചെയ്യാൻ റേഞ്ചിൻ്റെ ഒക്കെ പ്രശ്നം വരുന്നുണ്ട്. കോൺടാക്റ്റിംഗ് ഒന്നും നടക്കുന്നില്ല.